എല്ലാവർക്കും നമസ്കാരം. മംഗലശ്ശേരി കിച്ചൺ ട്രഷറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ഡിന്നറിനോ ഹെൽത്തി ഡയറ്റെന്നോ അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഞാനതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മസാല ഞാൻ ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മസാല എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ മസാല ഒന്ന് ആദ്യം ഈ ചിക്കനിൽ തിരുമ്മി വെക്കണം. ഇത് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഗ്രില്ല് ചെയ്തെടുക്കാമെന്നോ ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ മെഷീനിൽ വെച്ചിട്ടല്ല, സ്റ്റൗവിൽ വെച്ചിട്ടാണ്. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മസാല നമുക്ക് തിരുമ്മിയിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. നമുക്ക് ഈ മസാല ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ഈ ചിക്കൻ ഞാൻ മഞ്ഞളൊക്കെ ഇട്ട് കഴുകിയിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഒരു മഞ്ഞ കളറേ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ, നിങ്ങളുടെ സമയം പോലെ. ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ചിക്കൻ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനത് മസാല എല്ലാം കൂടെ ചിക്കനിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഡിന്നറിൽ കഴിക്കാനാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കഴിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു 2 മണിക്കൂറോളം വെച്ചു കേട്ടോ. ഇനി നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് പാനിലിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിടാം. ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ആയിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒന്ന് നന്നായിട്ട് ആവി കയറുന്നോടം വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. 1/2 കപ്പായിട്ടുണ്ട്. 1 കപ്പ് കൂടി എടുക്കാം. ആർക്കും ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ മടിയല്ലേ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് നമ്മൾ അടയാണ് ഉണ്ടാക്കുന്നത്, ഗോതമ്പിൻ്റെ അട. നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളത്തിൽ ഉപ്പിടണമെങ്കിൽ അങ്ങനെ വേണേൽ ഇട്ടിട്ട് ഇത് കുഴച്ചെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ടായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങയുള്ളൂ കേട്ടോ. ഒരു പിടുത്തം തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഗോതമ്പ് പൊടി. ഇത് ഞാനിപ്പോൾ ഒരടയ്ക്കുള്ളതാണ് എടുക്കുന്നത്. ഇച്ചിരി വലിയ അടയാണ് കേട്ടോ. നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു പാനിലിട്ടിട്ട് അടയാക്കിയിട്ട് ചുട്ടെടുക്കാം. കാണിച്ചു തരാം. അപ്പോൾ ഉപ്പും എല്ലാം പാകത്തിനാട്ടോ. നിങ്ങൾക്ക് തേങ്ങയൊക്കെ ഒരുപാട് ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ഇത് രാത്രിയിൽ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്, ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇച്ചിരി വലിയ പാനാണ്. ഇത് നമുക്ക് തീ ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിടാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഭാഗത്തേക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമുക്ക് അട പരത്തി കൊടുക്കാം. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒന്ന് പരത്തി മതി കേട്ടോ. ഞാൻ പരത്തി കഴിഞ്ഞിട്ട് നല്ല കാണിച്ച് പരത്തി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കട്ടിക്ക് വേണം അട പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലേക്കും ഒന്ന് ഓയിൽ ആക്കി കൊടുക്കണം. ഇത് നമുക്ക് ചെറിയ തീയിൽ ഇതോടെ വെക്കണം കേട്ടോ. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്ത് കൊടുക്കാം. മൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. പയ്യെ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്നിട്ടത് പയ്യെ ആകട്ടെ. അപ്പോൾ ഇത്തിരി സമയം എടുക്കും. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഓയിലൊന്നും ഒഴിക്കണ്ട. നമ്മൾ ആദ്യം ഒഴിച്ച് ഓയിൽ മതി. ഇനി ഇവിടെ ഇരുന്നിട്ട് പയ്യെ ആകട്ടെ കേട്ടോ. അടയൊക്കെ റെഡി ആയില്ലേ.
അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് വെജിറ്റബിളും കൂടെ വേണ്ടേ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. നല്ല കുറച്ച് ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്, കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ബീൻസ് ഉണ്ട്, പിന്നെ ഇത് ബ്രൊക്കോളി ഉണ്ട്. ഇത് നമുക്കിനി ബോയിൽ ചെയ്തെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിലാട്ടോ വെച്ചേക്കുന്നത്. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡൊന്ന് കുറച്ച് സൈഡ് കൂടെ വെക്കാം. ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. ആയിട്ടില്ല കേട്ടോ. നമ്മുടെ ചിക്കൻ ഇപ്പം ഏകദേശം ആയി വരുന്നുണ്ട്. ഒരു 5-8 മിനിറ്റും കൂടി ഇരുന്നാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ചിക്കൻ ഇതുപോലെ തന്നെ തിരുമ്മി ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് ഇങ്ങനെ വറുക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പെടുത്ത് പുറത്ത് വെച്ചാൽ മതി. പിന്നെ ജോലിക്കാരൊക്കെ ആണെങ്കിൽ 2-3 ദിവസത്തേക്കൊക്കെ ഇങ്ങനെ തിരുമ്മി വെക്കുവാണെങ്കിൽ വൈകുന്നേരം വന്ന് ഒരു അട ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കഴിക്കുവാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾ, എന്ത് വെജിറ്റബിൾ ആയാലും കുഴപ്പമില്ല, ക്യാരറ്റോ ബീൻസോ അല്ലെങ്കിൽ ക്യാബേജോ എന്തായാലും നമുക്ക് ബോയിൽ ചെയ്തെടുത്ത് ഒരടയുടെ കഷ്ണവും ഇതും കൂടി ഉണ്ടെങ്കിൽ രാത്രിക്കത്തെ ഫുഡായി. അപ്പോൾ നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് എടുക്കാം. എല്ലാ സൈഡും ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതെല്ലാം കൂടി എടുത്തേച്ച് ഞങ്ങൾ കാണിച്ചു തരാം. എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അധികം എണ്ണയൊന്നും ഇല്ല കേട്ടോ, കാരണം ചിക്കനിൽ നിന്ന് കുറച്ച് നെയ്യൊക്കെ ഇറങ്ങുന്നുണ്ട്. അധികം എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പുറത്തെ സൈഡ് നന്നായിട്ടായിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണം കേട്ടോ, അപ്പം നല്ല മൊരിഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ അടയ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ ബോയിൽ ചെയ്തിട്ട് പാൻ വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നോക്കാം കേട്ടോ, ഉപ്പ് പാകത്തിനാണെന്ന്. വെള്ളത്തിന് പാകത്തിന് ഉപ്പാണെങ്കിൽ നമ്മുടെ വെജിറ്റബിളിനും ഉപ്പ് പിടിച്ചോളണം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കാം ഉപ്പുണ്ടോന്ന്. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കും. കുറച്ച് ഉപ്പും കൂടെ വേണം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ബീൻസ് ബോയിൽ ചെയ്തെടുക്കാം. എല്ലാം കുറേശ്ശെ മതി കേട്ടോ. ബീൻസ് അപ്പോൾ ആയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്നിങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ കണ്ടോ ബീൻസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് എടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണേൽ ഒന്നിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ആയിട്ടുണ്ട്. എല്ലാം ഒരു 5 മിനിറ്റ്സ് ബോയിൽ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് എടുക്കാം. നമുക്ക് ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് നോക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിക്കാൻ കൊള്ളത്തില്ല. അത് പെട്ടെന്നൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ്സ് വേണ്ട, അതിൻ്റെ അപ്പുറം അതാവും. സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രൊക്കോളി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം കേട്ടോ. ഇതൊരു 2-3 മിനിറ്റ് മതി കേട്ടോ, പെട്ടെന്നാവും ഇത്. ഇതെല്ലാം എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ബ്രൊക്കോളിയും ക്യാരറ്റും എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം കൂടി ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഹെൽത്തി ഡയറ്റിനുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു ചെറിയ അട എടുത്തിട്ടുണ്ട്. 3 പീസ് ചിക്കൻ ഉണ്ട്, മയോനൈസ് ഉണ്ട്, ബ്രൊക്കോളി ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇത് ബോയിൽ ചെയ്തതാണ്. അപ്പം ഒരാൾക്ക് കഴിക്കാനുള്ള ഫുഡെന്ന് പറഞ്ഞാൽ 1 പീസ് അടയും 2 പീസ് ചിക്കനും കുറച്ച് വെജിറ്റബിളും മയോനൈസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അത്യാവശ്യം കലോറിയും പ്രോട്ടീനും എല്ലാം ഉള്ള നല്ലൊരു ഡയറ്റാണ്. രാത്രി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പിള്ളേർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.